അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹു ഒത്തുകൂടലൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. കാഴ്ച എന്നത് പഠിച്ചോൻ തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും പഠിച്ചോൻ എടുത്തു കൊണ്ടുപോകും. ഇവിടെ നല്ലത് മാത്രം കാണണം, നല്ലതിന് വേണ്ടി മാത്രം ശ്രമിക്കണം എന്നൊക്കെ ഉള്ളൊരു പാഠം ഈ ഒരു ചെറിയ സമയം കൊണ്ട് വ്യക്തിപരമായി ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഷംസാദ് മാഷ്, ഗഫൂർ മാഷ്, ജയ്സല്, നവാസ്ക, ഇങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കളായിട്ട് വളരെ ദീർഘമായ കാലത്തെ പരിചയങ്ങളും ബന്ധങ്ങളൊക്കെ അതുണ്ട്. അപ്പം ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിശദമായി ചോദിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ഭാഗം വരുന്നുണ്ട്. അപ്പം അതുവരെ നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം ഉഷാറാണോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ക്ലാസ് ഉഷാറാകുക. എല്ലാവരും ഇവിടെ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ, വേറെ സംസാരങ്ങളൊന്നും ഇല്ലാതെ എന്നെ കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സംസാരിക്കണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല. സംസാരിക്കണ്ടെന്ന് ആരോടും പറയില്ല. പക്ഷേ സംസാരിക്കാതെ കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാകും. അതായത് നമ്മളൊക്കെ ജീവിതത്തിൽ പല പല വിഷമങ്ങളിലുള്ള മനുഷ്യന്മാരുണ്ടാവും. ഇപ്പം എനിക്ക് വളരെ അടുത്ത പരിചയമുള്ളൊരു സുഹൃത്തുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീണ് 98% ശരീരം തളർന്ന് കിടപ്പാണ്. ഇപ്പോൾ ഒരു 22-23 വയസ്സ്, 30-ന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഈ ആക്സിഡന്റ് പറ്റി അവന് കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. 98-ൽ ബാക്കിയുള്ള 2%-ലുള്ളതൊന്ന് കാഴ്ചയാണ്, 2 സംസാരമാണ്, ബാക്കി എല്ലാതും പോയി കിടക്കുകയാണ്. അപ്പൊ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അൽഹംദുലില്ലാഹ്, അവന് കിടക്കാനേ പറ്റുള്ളൂ. നല്ല വെയിറ്റും ഉണ്ട്, ആർക്കെങ്കിലും ഒന്നും പൊക്കാനൊന്നും കഴിയില്ല. അയൽവക്കത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് വേണം പൊക്കാനും എഴുന്നേൽപ്പിക്കാനൊക്കെ. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം എന്നെക്കാളും ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് അവന്. ഞാൻ അവനെ കുറിച്ച് ചിലപ്പോഴൊക്കെ സ്പീച്ചുകളൊക്കെ പറയാറുണ്ട്. അപ്പം എന്നെ അടുത്ത് വിളിക്കും. നേരിട്ട് ഒരു മുഖാമുഖം പോയി കാണാനുള്ളൊരു നേരം, ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. പലപ്പോഴും പ്ലാൻ ചെയ്യും, അവസാനം തെന്നിപ്പോകും. അപ്പൊ ഇവന് ഈ ചെറിയ പ്രായത്തില് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, ഓടിച്ചാടി നടക്കേണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു 98% നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നിശ്ചലമായിരിക്കുകയാണ്, ജീവിതകാലം മുഴുവൻ ഇങ്ങനെയായിരിക്കും. അപ്പൊ ചെറിയ കുട്ടിയല്ല. അപ്പൊ അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലല്ലോ. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും മുറിവുകൾ ഏൽപ്പിക്കണം, പരിക്കേൽപ്പിക്കണം, അതിനും കഴിയില്ല. അപ്പൊ അങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. പഠിച്ചവനൊക്കെ ചീത്ത പറഞ്ഞു. സാധാരണ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണത്. ശരിക്കും പഠിച്ചോൻ എന്തിനാണ് പരീക്ഷിക്കണമെന്ന് ഞാൻ പറയാട്ടോ. അപ്പൊ അതേപോലെ ഇവനിങ്ങനെ പഠിച്ചോനൊക്കെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ ബെഡില് ഒരു 45-50 വയസ്സായ ഒരാളുണ്ട്. 80 വയസ്സായ അയാളുടെ അമ്മയുണ്ട്. 80 വയസ്സായ അയാളുടെ അമ്മയുണ്ട്. അപ്പൊ ഡോക്ടർ വന്നപ്പോ ഡോക്ടർ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്, ഭയങ്കരമായിട്ട് ചൂടാകുകയാണ് ഈ അമ്മനോട്. നിങ്ങൾക്ക് എന്താ അവൻ ആ മുട്ടയും പാലൊക്കെ വാങ്ങി കൊടുത്തൂടെ? എന്തത് ഇങ്ങനെ ഇവിടെ കിടന്നോണ്ട് മാത്രം അസുഖം മാറുമോ? ഭയങ്കര ചൂടിലാണ്. അപ്പൊ അമ്മ ഡോക്ടറോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ അതൊന്നും കേൾക്കണേയല്ല. അത് ഡോക്ടർമാരുടെ പരിപാടിയിൽ നമ്മളിത് പറയലുണ്ട്. ഡോക്ടർമാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് എറണാകുളത്ത് അങ്കമാലിയിൽ ഡോക്ടേഴ്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അവരോട് പറഞ്ഞത് അങ്ങനെ സംസാരിക്കരുത് എന്നാണ്, പേഷ്യൻസിനോട് അങ്ങനെ സംസാരിക്കരുത് എന്നാണ്. ഓക്കെ. അപ്പൊ ഇവന്റെ ഉമ്മ ഈ സ്ത്രീൻ്റെ അടുത്ത് പോയി, ഈ 80 വയസ്സായ അമ്മൻ്റെ അടുത്ത് പോയിട്ട്
എന്താണ് ഡോക്ടർ പറയണെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ കൗണ്ടറിൽ പോയിട്ട് മുട്ടയും പാലും വാങ്ങിയിട്ട് മോന് കൊടുക്കണം എന്നാണ് പറയുന്നത്. പുഴുങ്ങിയ മുട്ടയും കാച്ചിയ പാലും കിട്ടണമെങ്കിൽ 2 ഉറുപ്പ്യ കൊടുക്കണം മോളെ. എനിക്ക് എവിടുന്നാ 2 ഉറുപ്പ്യ? അപ്പൊ ഈ കുട്ടി ഇത് കേൾക്കാണ്. 98% തളർന്നു കിടക്കണ ഈ 10ാം ക്ലാസ് ആയിരുന്നത് കേൾക്കാണ്. അപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് അവൻ ആലോചിക്കുന്നത്. നോക്കാൻ ഉമ്മ, സഹോദരങ്ങള്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ചുറ്റും. ഇഷ്ടംപോലെ എത്ര കോടി ചെലവാക്കി അവനെ ചികിത്സിക്കാൻ റെഡിയാണ്. അപ്പോഴാണ് അവന് മനസ്സിലാണ്, പടച്ചോൻ ശരിക്കും റഹ്മാനും റഹീമും തന്നെയാണ്. എന്നോട് വലിയ കാരുണ്യാണ് പടച്ചോൻ കാണിച്ചത്. അങ്ങനെ അവനൊരു മൂവ്മെന്റ് ആരംഭിക്കുകയാണ്. അവനെ പോലെ തളർന്നു കിടക്കണേ, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ ഒക്കെ കിട്ടിയ പുറത്തു പോകാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിക്കുകയാണ്. എങ്ങനെ? അവന്റെ സുഹൃത്തുക്കൾക്ക് അവൻ ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ വാചകം അവർ ടെക്സ്റ്റ് ആക്കിയിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ അയക്കും. ഇന്ന നാട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവൾക്കൊരു വീൽ ചെയർ വേണം, നിങ്ങൾ സഹായിക്കണം. അപ്പൊ ആളുകൾ സാമ്പത്തിക സഹായം ചെയ്യും നല്ല രീതിയിൽ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീട്ടിലെ ഇരുട്ടിൽ നിന്നും പുറത്തെ വെളിച്ചത്തിലേക്ക് എത്താൻ സഹായം ചെയ്തെടുത്ത ഒരാളാണ് അവന്. ഞാനിത് പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ ഉള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിലാണ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉയരത്തിൽ ചിന്തിക്കാൻ കഴിയും. ഞാനിതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും അതിൻ്റെ വോയിസ് കേട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരു അറേബ്യൻ ലോകത്തെ വളരെ പ്രമുഖനായൊരു മാധ്യമ പ്രവർത്തകനുണ്ട്, പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഒരു സ്കോളർ കൂടിയാണ്, ഒരു പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹം ഏകദേശം ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. അവൻ കാഴ്ച പരിമിതനാണ്. നിങ്ങളിപ്പം കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടണോ? അപ്പോ ആ കുട്ടി പറഞ്ഞ ഉത്തരത്തിലുണ്ടൊക്കെ വെറും 6 വയസ്സിൽ കൂട്ടുകാർ മുഴുവൻ മുറ്റത്ത് കളിക്കുമ്പോൾ, ആർത്ത് കളിക്കുമ്പോൾ, ഓടിച്ചാടി നടക്കുമ്പോൾ, അതിലൊന്നും കൂടാൻ കഴിയാതെ ഒരു മൂലയിൽ അവനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും അവന് ഫീൽ ചെയ്തില്ല ഞാൻ എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണമെന്ന്. പഠിച്ചവനോട് ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടുമില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. കാരണം ഇത് വലിയ അനുഗ്രഹമാണ്, എനിക്ക് വേണ്ടാത്തതൊന്നും കാണണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകില്ലല്ലോ എന്നാണ്. അപ്പൊ നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ, ഒരാൾ മരിച്ചു, അപ്രതീക്ഷിതമായിട്ട് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു ഉമ്മ മോളെ കാണാതെ ഇങ്ങനെ തെരഞ്ഞ് നടക്കണല്ലോ ഒരു പാടത്തു കൂടെ ഒക്കെ. ഇങ്ങനെ അവസാനം കുളത്തിൽ പോയോക്കിയപ്പോണ്ട് കുളത്തിൽ മരിച്ച് ഇങ്ങനെ പൊങ്ങി പാറി കിടക്കുന്നുണ്ട്. ആ ഉമ്മ നേരെ ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ കുഞ്ഞിനെ അങ്ങോട്ട് വാരി എടുത്തിട്ട് അവളെ കൊണ്ടുവന്ന് കഫം ചെയ്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് ആളുകളെ കയ്യിലേക്ക് എടുത്തെടുത്തു. അപ്പൊ ഈ ഉമ്മ കരയണമൊന്നുമില്ല. അപ്പൊ എല്ലാരും വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാരും വിചാരിച്ച ഉമ്മാന്റെ ഒരു മനോനില തെറ്റിയതാണെന്നാണ്. അപ്പോൾ മയ്യത്ത് കൊണ്ടതിന് ശേഷം പറഞ്ഞു, ഞാനിനി കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ. അപ്പോഴും ഇവരുടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയാണ് നമ്മളെയൊക്കെ വിളിക്കണേ. വല്ലാത്തൊരു അവസ്ഥയിലാണ് മോള്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹ് ഖൈറാക്കട്ടെ, താസിയത്തൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു ഹദീസ് ഉണ്ട്, അണ്ട് മലവ് എനിക്കറിയാം, എല്ലാവരും വിചാരിച്ച എനിക്ക് പിരാന്തായി എന്നാണ്. എനിക്കതറിയാം. എനിക്ക് പഠിച്ചോ വല്ലാത്തൊരു ധൈര്യം തന്നിരിക്കുകയാണ്. എനിക്ക് 3-4 മക്കളുണ്ട്. ബാക്കി മക്കളെ ഉപകാരം ഭൂമിയിൽ നിന്ന് കിട്ടാനും ഈ കുട്ടിന്റെ ഉപകാരം പരലോകത്ത് നിന്ന് കിട്ടാനും പഠിച്ചോ തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം കുട്ടി മരിച്ചു എന്നറിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെങ്കിൽ, അൽഹംദുലില്ലാ എന്നും പറയണമെങ്കിൽ, അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെങ്കിൽ ആ കുട്ടി നാളെ സ്വർഗത്തിൽ ഇവർക്കൊരു ശുപാർശകരായി ഉണ്ടാകും. ഇവർക്കൊരു ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട് എന്നൊരു വീട് അവർക്ക് കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു ഓഫർ ശരിക്കും പഠിച്ചോൻ തന്നിട്ടുണ്ട്. ആ ഓഫർ നമ്മള് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇന്നൊരു സാധനം കിട്ടാണ്ട്, ഇന്ന ആള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മളെ കുടുംബത്തിൽ, അയാളെ നമുക്ക് ഇന്നൊരു സാധനം തരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ പടച്ചോൻ പറയാണ്, 2 പ്രിയപ്പെട്ട കണ്ണുകൾ, അത് എടുക്കപ്പെട്ട വ്യക്തികൾ, പരീക്ഷിക്കപ്പെട്ട വ്യക്തികൾ, അതിലവര് സ്വബറാക്കി പടച്ചവനോട് ശുക്ർ ചെയ്ത് എന്തേ പടച്ചോ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊന്നും ചിന്തിക്കാതെ പോവുകയാണെങ്കിൽ അവർക്ക് നാളെ സ്വർഗമുണ്ട് തന്നെയാണ്. അവർക്ക് അതിന്റെ സമ്മാനം സ്വർഗമാണ്, ആ സ്വബറിന്റെ സമ്മാനം സ്വർഗമാണെന്നാണ്.
അപ്പൊ കുറച്ച് യോഗ്യതകൾ കൂടി നമ്മൾ നേടി അത് സമ്പാദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? കണ്ണ് കളഞ്ഞിട്ട്, ശരീരം തളർത്തിയിട്ട്, അതല്ലെങ്കിൽ മക്കളെ തരാതെ, മക്കളെ തന്നിട്ട്, പട്ടിണി കിടന്നിട്ട്, രോഗം വന്നിട്ട്. രണ്ടാളല്ലാത്ത എല്ലാ ആളുകളും ഭയങ്കര കേൾവിയാണ് കേട്ടോ. സ്ത്രീകളുടെ ഭാഗത്ത് ഒരു രണ്ടാളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100%. 100%. ഞാൻ നേരത്തെ ഇങ്ങനത്തെ സദസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ ബ്ലൈൻഡ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരും ക്ലാസ്സിലേക്ക് കയറിയാൽ പിന്നെ ഭയങ്കര അറ്റൻഷനേ കയറില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ലാസ്സിലാണ് ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 10,000 ആളെ സദസ്സ് സംസാരിക്കുന്ന സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കും. അത്ര നല്ല ശ്രദ്ധയായിരിക്കും. അപ്പൊ അവരും കൂടി ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ എന്തിനാണ് പഠിച്ചോ അങ്ങനെ പരീക്ഷിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ. മനുഷ്യന്റെ പാപം പൊറുക്കാൻ പഠിച്ചോൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പാപം പൊറുക്കാൻ പഠിച്ചോൻ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യും. മയുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ വലാ ഗമ്മിൻ ഹത്ത ശൗകത്തു യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. എന്താണ്? ഒരടിമ, ആ അടിമയ്ക്ക് അല്ലാഹു വിഷമം കൊടുക്കും, സങ്കടം കൊടുക്കും, മനോവേദന കൊടുക്കും. ചിലപ്പോൾ എന്താണ്, മോൻ തന്നെ പറയും നിങ്ങൾ വരണ്ട അപ്പച്ചി, ഉമ്മച്ചി നിങ്ങൾ സ്കൂൾക്ക് വരണ്ട കേട്ടോ. ഒരു പ്രായമാകാത്ത കുട്ടികളല്ലേ, മറ്റു കുട്ടികളൊക്കെ എന്തോ പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇനി വലിയ കുട്ടിയാവുമ്പോൾ അവൻ പറഞ്ഞ ആ വാക്കോർത്ത് അവൻ കരയും, ഒരു സംശയമല്ല. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോഴത്തേനും നമ്മളാകെ വിഷമാവും. അതല്ലെങ്കിൽ നമ്മളൊരാളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ആനക്കിപ്പോൾ ഒരു കണ്ണില്ലാന്ന് കരുതി പണ്ടതൊക്കെ ഇപ്പൊ ഞാൻ നോക്കണം. ഇതൊക്കെ എന്തിനാണ് ഈ വാക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതാണ്. പഠിച്ചോ പരീക്ഷിക്കാൻ വേണ്ടി ക്യാൻസറും കിഡ്നി നഷ്ടപ്പെടലും വാഹനാപകടവും മാത്രമൊന്നുമല്ല തരിക. ചിലപ്പോ കുത്തിപ്പറയുന്നവരുടെ നാവ് നമുക്കുള്ള പരീക്ഷണമായിട്ട് തരും. ആക്ഷേപിക്കുന്നവരുടെ വാക്ക് നമുക്കുള്ള പരീക്ഷണമായിട്ട് തരും. നഷ്ടപ്പെട്ട കണ്ണ് നമുക്കുള്ള പരീക്ഷണമായിട്ട് തരും. നഷ്ടപ്പെട്ട കിഡ്നി നമുക്കുള്ള പരീക്ഷണമായിട്ട് തരും. അവിടെയൊക്കെ ഓർക്കേണ്ടത്, എന്തെല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതൊക്കെ ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അയാൾക്ക് കൂലിയുണ്ട്. എന്നിട്ടിത് മനുഷ്യന്മാർക്ക് ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പഠിച്ചോ പറഞ്ഞ ഉദാഹരണം നോക്കുങ്ങൾ. നമ്മളെ കാലും അറിയാതെ കയറിയ ഒരു മുള്ള്, ആ മുള്ള് കുത്തിയതിന് വരെ നമുക്ക് കൂലിയുണ്ട് എന്നാണ്. ഇത് വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. വിശ്വാസികളല്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് ദീർഘകാല ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അവൻ ജനിച്ച ഉടനെ അവൻ്റെ ശ്വാസകോശം പൊട്ടിപ്പോയി. അങ്ങനെ ഒരു 10-25 ദിവസം ICUലൊക്കെ കടന്നു. അൽഹംദുലില്ലാ, കുറേ ആളുകളുടെ പ്രാർത്ഥന, പഠിച്ചവനോട് നമ്മളെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മുൻനിർത്തി പ്രാർത്ഥിച്ച് അങ്ങനെ എൻ്റെ മോനിപ്പം 7ാം ക്ലാസ് പഠിക്കണം. നല്ല മിടുക്കനായി 7ാം ക്ലാസ് പഠിക്കുക. അപ്പം അന്ന് അവിടെ പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം ഇങ്ങനെ പോരാനാകണ സമയത്ത് 27ാമത്തെ ദിവസമായിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഒരു 23ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞങ്ങളെ കൂടെ സ്ഥിരം കണ്ടിരുന്ന കുറേ ആളുകളൊക്കെ ഡിസ്ചാർജ് ആയിപ്പോയി. അപ്പോൾ അവിടെ ഒരു ചേച്ചി, ഒരു ചേട്ടനും ഒരു റൂമൊന്നും എടുത്തിട്ടില്ല. ഞാനും എൻ്റെ കുടുംബം റൂമൊക്കെ എടുത്താണ് താമസിക്കുന്നത്. പിന്നെ ICUവിൻ്റെ മുമ്പിലാണ് ഇരിക്കണതെങ്കിലും ഞങ്ങൾക്ക് റൂം ഉണ്ടായിരുന്നു. അവർക്ക് റൂമൊന്നുമില്ല. അവിടെ ഒരു പുൽപ്പായിൽ അവർ കിടക്കും. ഭാര്യ കിടക്കുമ്പോൾ ഭർത്താവ് ഉണർന്നിരിക്കും. ഡോക്ടർ വിളിച്ചിട്ട് അറിയാതിരിക്കണ്ട വിചാരിച്ചിട്ട് ഭർത്താവ് ഉറങ്ങുമ്പോൾ ഭാര്യ ഉറങ്ങുമ്പോൾ ഭർത്താവ് അങ്ങനെ മാറി മാറി ഇരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, 23ാമത്തെ ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? 3 മാസമായി ഉസ്താദേ. അപ്പോൾ എന്താണ് കേസ്? അപ്പോൾ ആ സ്ത്രീയാണ് പറഞ്ഞത്, എനിക്ക് 3 കുട്ടികളുണ്ടായി. 3 കുട്ടികൾ ഒരു കാരണം അറിയാത്ത രോഗത്തിൽ മരിച്ചുപോയി. ഇപ്പം ഉണ്ടായ കുട്ടിയത്, ഈ കുട്ടിക്കും മറ്റേ കുട്ടിക്കുണ്ടായ അതേപോലെയാണ് കാര്യങ്ങളൊക്കെ പോണത്. വലിയ വിഷമത്തിലാണ്. ഈ കുട്ടി മരിച്ച ഉസ്താദേ, ഞാനും ജീവിക്കൂല, ഞാനും മരിക്കും. അപ്പൊ ശരിക്കും നിരായുധനായി എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു വിശ്വാസിനിയാണെങ്കിൽ എനിക്ക് പറയായിരുന്നു, നിങ്ങളെ 3 കുട്ടികൾ ആ സ്വർഗത്തിന്റെ വാതിൽക്ക് ഉണ്ടാകും. അവര് 3 ആളും ഉമ്മച്ചി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറ് എന്ന് പറഞ്ഞ് വിളിക്കും എന്ന് എനിക്ക് പറയായിരുന്നു. പക്ഷെ അവരൊരു വിശ്വാസിനിയല്ല. അപ്പൊ ഞാൻ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇസ്ലാമിലുള്ള ഈ കാര്യം പറഞ്ഞു കൊടുത്തു.
ഒരു മുസ്ലിമായ ആളാണെങ്കിൽ അവരിതിനെ എങ്ങനെ എടുക്കാന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ തണൽ വലിയ തണലാണ്, നിങ്ങളെ മനസ്സമാധാനം ഭയങ്കരമായിരിക്കും എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. 25-ാമത്തെ ദിവസം ഞാൻ പോരുന്നത് 25-ാമത്തെ ദിവസം ഈ ഐസിനും ഒന്ന് ഭയങ്കര കരച്ചിൽ കെട്ടിയ ചെന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ കടന്ന് ഉരുണ്ട് മറിയാണ്, അവരുടെ കുട്ടി മരിച്ചുപോയി. ഞാൻ പറഞ്ഞ നമുക്ക് വിശ്വാസികൾക്ക് അള്ളാഹു തന്ന വലിയൊരു സംഭവമാണിത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വളരെ കരുതലോട് കൊണ്ടെടുക്കണം, എന്നാലും ഇത് മുതലാകുള്ളൂ. വിശ്വാസത്തിൽ കലർപ്പൊന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോഴേ മുള്ളുകുത്തിയതിനും നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഇനി നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരുക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മബ്തലല്ലാഹു അബ്ദൻ ബിബലാഇൻ, ഒരടിമയെയും അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ടില്ല. വഹുവ അലാ ത്വരീഖത്തിൻ യക്റഹുഹ, ആ പരീക്ഷണം അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത അത്ര വിഷമകരമായ ഒരു പരീക്ഷണമാണ്. ഇല്ലാ ജഅലല്ലാഹു ദാലികൽ ബലാഅ കഫാറതൻ വതഹൂറൻ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണം അവന്റെ പാപങ്ങൾ പൊറുക്കാനും അവനെ കഴുകി വൃത്തിയാക്കാനുമാണ് പടച്ചോൻ ഉപയോഗിക്കുക. ചെയ്ത പാപമൊക്കെ പടച്ചോൻ ഇതുകൊണ്ട് കഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ നിബന്ധന ഉണ്ട്. എന്താണ് നിബന്ധന? എന്താണ്? അവൻ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണ ഒരാളാകരുത്. മാലം യൻസിൽ മാ അസ്വാബഹു മിനൽ ബലാ ബിഗൈരില്ലാഹി അസ്സ വജല്ല ഔ യദൂ ഗൈറല്ലാഹി ഫീ കശ്ഫിഹി, അതിന്റെ പരിഹാരത്തിന് വേണ്ടി ആരെടുത്തേക്കും പോകരുത്, തങ്ങളെടുത്തേക്കും ജാറത്തേക്കും ബീവിൻ്റെ അടുത്തേക്കും ഒന്നും പോകരുത്. ഇത് പറയുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇത് പണ്ടപ്പോഴോ അങ്ങനെ കേട്ട ഒരു മുജാഹിദ് ആദർശമാണ്. ഈ വിസ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? ഇവിടെ വിസ്ഡം എന്നുള്ള സംഘടനയെ പറ്റി കുറേ നേരം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കഴിയണത് വരെ പറയില്ല. നമുക്ക് ഇങ്ങനെ പീസ് റേഡിയോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അന്നൂറുണ്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും നേതാക്കന്മാരെ പറ്റി ഇങ്ങനെ കുറെ മധു പറഞ്ഞോ? ഇല്ല. നമുക്ക് ആകെ ഒരു ലക്ഷ്യമുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ വന്ന ഇതില്ലേ, യാത്ര അല്ലേ, ഈ യാത്രാക്കൂലി ഞാനെടുക്കും. എന്റെ യാത്രാക്കൂലി ആരെടുക്കും? ഞാനെടുക്കും. ഞാനിപ്പോ ഒരു പരിപാടി കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടി കഴിഞ്ഞ് ഇനി എനിക്കൊരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. ഈ യാത്ര ഇത് ഇബാദത്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയണേ നിങ്ങൾ അങ്ങനെ എടുക്കണ്ട കേട്ടോ. എന്ത് ജാർത്തങ്ങ പോലും പിന്നെ ഏലസ് കെട്ടലൊക്കെ എതിർക്കുമ്പോൾ അത് പണ്ടെന്നോ എവിടെയോ കേട്ട ഒരു ആരോ പറഞ്ഞു വെച്ചാൽ ആ ഒരു പോയിന്റേക്ക് നമ്മൾ മടക്കണ്ട. അത് ശൈത്താൻ നമ്മളെ പറ്റിക്കും, നമ്മളെ ശൈത്താൻ പറ്റിക്കും. അത് ഉണ്ടാകരുതെന്ന് ഞാൻ സാന്ദർഭികങ്ങളൊക്കെ ഒന്ന് ഓർമ്മയാക്കണം. ഇനി നമുക്ക് വേറെ ഹദീസ് കാണാം, ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസികൾക്ക് പരീക്ഷണം ഇങ്ങനെ വരും. കണ്ണിന് കാഴ്ചയല്ല, കഴിക്കാൻ ഭക്ഷണമല്ല, വീട്ടിലാണെങ്കിൽ ആങ്ങളന്റെ ഭാര്യയ്ക്ക് കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനും ഇവരൊക്കെ അങ്ങനെയാണ്, അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടോ, അങ്ങനെ എന്തൊക്കെയാണ്. അങ്ങനെ ആ പരീക്ഷണം അവനിൽ ഉണ്ടാവും. ഫി നഫ്സിഹി, സ്വന്തത്തിൽ ഉണ്ടാകും. വലദിഹി, കുട്ടികളിലുണ്ടാവും. മാലിഹി, സമ്പാദ്യത്തിലുണ്ടാകും. എങ്ങനെ അറിയോ? ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിയ, അവസാനം അള്ളാഹിനെ കണ്ടുമുട്ടും, ഒരു പാപം ഉണ്ടാവില്ല. പോകാൻ എളുപ്പമാണ് സഹോദരന്മാരെ. ഈ കൊണ്ടോട്ടിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, നല്ലൊരു മുജാഹിദ്, ആശയക്കാരനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ആ തൊട്ടടുത്ത അറബി കോളേജിൽ കുട്ടിയൊക്കെ വയ്യാതായാൽ അവിടുത്തെ വാർഡൻ വിളിക്കും. അപ്പൊ ആ വാർഡൻ ആ ഹോസ്റ്റലിലേക്ക് അങ്ങോട്ട് ചെന്ന് കണ്ട് മൂപ്പർ ചികിത്സിക്കും. അത്ര വിനയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 2-3 മക്കൾ ഡോക്ടർമാരാണ്. ഒരു 4 ആളും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. 2 ആണോ 3 ആണോ എന്ന് എനിക്ക് ഓർമ്മയിലില്ല. ഭക്ഷണം കഴിക്കേണ്ട അടുക്ക് ഡോക്ടറായ മോൻ ഒന്നായിട്ട് തരിപ്പ് പോയി. തരിപ്പ് പോകുക എന്ന് പറഞ്ഞാൽ അന്നനാളത്തിൽ കൂടെ അങ്ങ് ആമാശയത്തിലെത്തേണ്ട ഭക്ഷണത്തിന്റെ ഒരു വറ്റ് ശ്വാസകോശത്തേക്ക് ചെറുങ്ങനെ ഒന്ന് കയറി. അതിനാണ് നമ്മൾ തരിപ്പ് പോകാറുണ്ട് അല്ലേ. 2-3 ഡോക്ടർമാരുടെ മുന്നിൽ വെച്ചൊരു ഡോക്ടർ മരിച്ചു. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, കുറച്ച് നേരത്തെ ആശുപത്രിക്ക് എത്തിച്ചിട്ടാണെങ്കിൽ പഠിച്ചോനെ കഴിച്ചിലാക്കാമായിരുന്നു. 3 വ്യത്യസ്ത വൈദഗ്ധ്യതയുള്ള ഡോക്ടർമാർ മുന്നിലുണ്ടായിരിക്കും, അവിടെ വെച്ച് മരിച്ചു. അപ്പൊ മരണം എന്ന് പറയുന്നത് വലിയ അസുഖമൊക്കെ വന്ന് കുറെ കടന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ട് സംഭവമൊന്നുമല്ല. അപ്പൊ അള്ളാനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് എന്താ? അപ്പൊ നമ്മളൊരു കിണർ ഇങ്ങനെ കുഴിച്ചാണ്, താഴോട്ട് ഇങ്ങനെ ചവിടി മണ്ണ് ഇങ്ങനെ കാണാൻ തുടങ്ങി. വലിയ പ്രതീക്ഷയായി ഒരൊറ്റ കൊത്തുമ്പോൾ അതിനൊരു തുള്ളി വെള്ളം പുറത്തേക്ക് വരും. വല്ലാത്തൊരു രംഗാണത് അല്ലേ. വീട്ടിൽ കിണറുത്തികൾക്ക് അറിയാം അതിൻ്റെ ഒരു വല്ലാത്ത സന്തോഷം. ഇതേപോലെയാണ് ശരിക്കും മരണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ജീവിച്ച് വേനലും മഴയും കാറ്റും ഇടിയും വ്യാഴവും തിങ്കളും വെള്ളിയും ദുഃഖവും സന്തോഷവും കല്യാണവും സൽക്കാരവും മരണവും വാർത്തകളും സംഭവങ്ങളൊക്കെ അങ്ങനെ ആയി പോണീൻ്റെ അടുക്ക് ഒരു ദിവസം നമ്മളങ്ങോട്ട് അവസാനിക്കും. അങ്ങോട്ട് അവസാനിച്ചാൽ
ഈ പരീക്ഷണങ്ങൾ ശരിക്കും ക്ഷമിച്ചു പോയ ആൾ പിന്നെന്താ കാണുക? പിന്നീട് ശരിക്കും സ്വർഗം ഇങ്ങനെ കാണുക. അപ്പൊ ഈ കണ്ണ് മുതലാകണമെങ്കിൽ എന്ത് വേണം? അരിയിലെ ഏലസും തങ്ങൾ പാപ്പിയും ജാറും ബീവിയും ഒന്നും ഇല്ലാത്ത അള്ളാഹു മതി എന്നുള്ളൊരു തത്വത്തിൽ എത്തണം. ശരിക്കും അള്ളാഹു മതിയല്ലോ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നത്തമായി മുഅത്തിബലത്തെ ശിർക്കുൻ, ഏലസും ഐക്കലിലൊക്കെ അത് ശിർക്കാണ്, നിങ്ങൾക്ക് ഉണ്ടാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കയ്യിൽ ഏലസ് കിട്ടിയത് കണ്ടപ്പോൾ പറഞ്ഞു, ഈ മുത്ത നീ ഇത് വെച്ച് മരിക്കുകയാണെങ്കിൽ മോനെ നീ സ്വർഗത്തിൽ പോകില്ല, പൊട്ടിച്ച് കളഞ്ഞതാണ്. അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പടച്ചോനെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാ ചെയ്തു വെച്ചത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലെ ഞരമ്പിന്റെ നീളം 590 കിലോമീറ്ററാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാൽ ചെന്നൈ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? 590 കിലോമീറ്ററാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ ഇത്ര വലിയ ഞരമ്പുണ്ടായിട്ട് അത് എത്ര മനോഹരമായിട്ട് ചുറ്റിപ്പുറക്കി റെഡിയാക്കി വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 590 കിലോമീറ്റർ നീളം വല്ല ട്യൂബും പൈപ്പും ഒക്കെ ചുറ്റണമെങ്കിൽ എത്ര സ്ഥലം വേണം? തീർന്നില്ല. ഇത് ഓരോ മനുഷ്യനും ഉണ്ട്. ഇനി നിങ്ങൾ നോക്കി, 1,00,000 തവണ മിടിക്കുകയാണ് നമ്മുടെ ഹൃദയം. നമ്മൾ രാവിലെ വല്ല സ്വിച്ച് ഓഫ് ഓണാക്കി ഉണ്ടോ? എന്നാ ഹൃദയത്തിന്റെ സ്വിച്ച് ഒന്ന് ഓണാക്കിക്ക നമ്മൾ പറയണ്ടോ? ഇല്ലല്ലോ. ഇനി ശ്വാസകോശം വെട്ടിപ്പൊളിക്കുകയാണെങ്കിൽ ആ ശ്വാസകോശത്തിന്റെ വലുപ്പത്തിൽ അറിയങ്ങള് ഒരു ഷട്ടിൽ കോർട്ടിന്റെ അത്ര ഉണ്ടാവും. ഒരു 2 സ്കൂളിൽ 2 ക്ലാസ് മുറി എടുത്തോളികൾ അത്ര ഉണ്ടാവും. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പഠിച്ചോ ഫിറ്റ് ചെയ്ത് വെച്ചാൽ. ഇനി തീർന്നില്ല. മനുഷ്യന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇത് ലാമാശയത്തിൽ പിന്നെ വയറ്റിന്റെ ഉള്ളിൽ ആമാശയത്തില് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ സാധാരണ ആസിഡ് ആളുകൾക്ക് റബ്ബർ ഷീറ്റ് അടിക്കണ അടുത്താണ് ആസിഡ് നമുക്ക് ഓർമ്മ ഉണ്ടാകുക അല്ലെ. അതിന്റെ വേറൊരു വെറൈറ്റി സാധനമാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയുന്നത്. ഇതിന്റെ പണി എന്താ? ഇത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടിട്ട് അതിക്ക് 2 ആണിട്ട് എടുത്താല് അതൻ കത്തിപ്പോകും. അത്ര തീവ്രതയുള്ള സാധനമാണ് ഈ വയറ്റിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ വയറ്റിന്റെ ഉള്ളിലെ അവയവങ്ങളൊന്നും ബാധിക്കണില്ലല്ലോ. കത്തുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം ഈ ആസിഡിനെയും ഈ വയറിന്റെ ഉള്ളിനെയും വേർതിരിക്കുന്ന ഒരു പാടമുണ്ട്. മനുഷ്യന് കാണാൻ കഴിയാത്ത അത്ര ചെറിയ പാടയുണ്ട്. ആ പാട 3 ദിവസമായിരിക്കും എൻ്റെ ആയുസ് എന്നാണ്. 3 ദിവസം കഴിഞ്ഞാൽ അത് കത്തിപ്പോകും, പിന്നെ ഉണ്ടാകും, കത്തിപ്പോകും, പിന്നെ ഉണ്ടാകും, കത്തിപ്പോകും, പിന്നെ ഉണ്ടാകും. അപ്പൊ 3-ാം ദിവസം കത്തിപ്പോയിട്ട് പിന്നെ ഉണ്ടായിട്ടില്ലെങ്കിലോ വയറ്റിന്ന് കുടലും മാലകളും പോരും. ഇനി ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കണേ, ഇനി ഒന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു നോക്കണേ. അതാണ് നമ്മൾ പറയുന്ന അൽഹംദുലില്ലാന്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പള്ളിക്കെന്ന് അല്ലാഹു അക്ബർ അല്ലെ നമുക്കൊന്നും ഫീൽ ചെയ്യൂല അല്ലേ. അത് മുഅദ്ദിന് സമയമാകുമ്പോൾ അങ്ങനെ കൊടുക്കും എന്ന് വിചാരിക്കും. ശരിക്ക് 590 കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ പഠിച്ചോൻ അക്ബർ എന്നല്ലേ അല്ലേ. അപ്പൊ ആ റബ്ബ് അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എത്ര ക്ലിയറാ. പിന്നെന്തിനാണ് ഈ ചില ആൾക്കാർ കാണട്ടെ, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയണേ, ചില ആൾക്കാർ കാണാ ഈ ടീഷർട്ടിന്റെ ഉള്ളിൽ വൈക്കോലൊക്കെ നിറച്ചിട്ട് ഒരു വടിമ നാട്ടിയിട്ട് കരിങ്കണ്ണാ നോക്കുന്നതിലേക്ക് അല്ലേ. എന്താണ് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചേണ്ടത്? ഇപ്പൊ ഈ ടീഷർട്ടിന്റെ ഉള്ളിൽ വൈക്കോലാണെന്നാണ് ചില ആൾക്കാരുടെ വിചാരം. അവിടേക്ക് നമ്മൾ പോണ്ട. നോക്ക്, നിങ്ങൾ പഠിച്ചോൻ ചെയ്ത് കണ്ണിന്റെ ഉള്ളിൽ, ചെറിയൊരു കണ്ണിന്റെ ഉള്ളിൽ 2 കോടി ഉപകരണം ഉണ്ടെന്നാണ്. അതിത്തെ ഏതോ ഒരു ഉപകരണം നമുക്ക് പോയിട്ടുള്ളൂ കേട്ടോ. അയ്മേണ് എന്താണ് നമ്മൾ കാഴ്ച പരിമിതരാകുന്നത്. 2 കോടി ഉപകരണം ഒരു മനുഷ്യന്റെ കണ്ണിന്റെ ഉള്ളിൽ പഠിച്ചോ കൊടുത്തിട്ടുണ്ട് എന്നാണ്. 2 കോടി. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് വേണ്ടേ, എനിക്ക് മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായി കേട്ടോ. എനിക്കെന്താ അറിയില്ല, നിങ്ങളോട് ഭയങ്കര ഇന്റിമസി തോന്നുന്നുണ്ട്, ഒരു ഭയങ്കര അടുപ്പം. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരിക്കണാണുമ്പോഴുള്ള സന്തോഷം ഇല്ലേറെ വലുതാണ്. അപ്പൊ ഈ മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായപ്പോ എൻ്റെ അടുത്ത സുഹൃത്താണ് അത് ഈ കല്ല് പുറത്തേക്ക് എടുത്ത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, സർജറി നടക്കുമ്പോൾ തരിപ്പിച്ചാണ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സ്റ്റണ്ട് ഇടും. ഈ സ്റ്റണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ തരിപ്പിക്കാതെ എടുത്തരട്ടെ. തരിപ്പിച്ചെടുത്താനുള്ള പ്രശ്നം എന്താ വെച്ചാൽ 4 ദിവസം ഈ കാലുകൊണ്ടൊന്നും പറ്റൂല, ഒരു പണി നടക്കൂല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റൂല അങ്ങനത്തെ. അപ്പൊ എന്നാ തരിപ്പിക്കണതാണ്. അപ്പൊ എനിക്ക് കാണിച്ചു സ്ക്രീനിൽ ഇത് തോണ്ടിയെടുക്കണത്. അത് കണ്ടില്ലേ സ്ക്രീനിൽ അങ്ങനെ കാണണം. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സർജറിന്റെ പേരൊന്ന് ചോദിച്ചു. ഇപ്പൊ യൂട്യൂബിൽ നിന്റെ വീഡിയോ ഇട്ടു. ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോഴാണ് ഈ മൂത്രസഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം
നമുക്കതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ചെറിയ സംഭവമാണ്. 1/2 ലിറ്ററിന്റെ ചെറിയൊരു പാത്രം, അതിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ കിഡ്നിയിൽ നിന്ന് ഇങ്ങനെ ഈ വേസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഉറ്റി ഇങ്ങനെ നിറയും. അതൊരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ മൂത്രയിക്കാൻ തോന്നും. ശരിക്കും 3 വയസ്സ് വരെ പടച്ചോന് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കണില്ല എന്നാണ്. അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പാമ്പേഴ്സ് കെട്ടി കൊടുക്കേണ്ടി വരുന്നത്. നമ്മളെ ഭാര്യമാരും ഉമ്മാരും പെങ്ങന്മാരൊക്കെ പറയും, ഞാനിങ്ങോട്ട് ഇപ്പോൾ പരിശീലിപ്പിച്ചപ്പോൾ 3 വയസ്സായപ്പോൾ കുട്ടി ഇപ്പോൾ മൂത്രക്കാനാകുമ്പോൾ ഒക്കെ അറിയിക്കുന്നുണ്ട്. സമ്പത്ത് അപ്പോഴാണ് പഠിച്ചോൻ ഈ അനുഗ്രഹം കൊടുക്കണേ. നിങ്ങൾ ആലോചിച്ച്, ആ അനുഗ്രഹം 3-ാം വയസ്സിൽ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ പ്രസംഗിക്കണ ഞാനില്ലേ, എൻ്റെ കാലിനോട്ടിൽ മൂത്രം ഉണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇരിക്കണ നിങ്ങളെ കാലിനോട്ടില്, 5 കാലിനോട്ടിലുണ്ടാവും. നിങ്ങൾ ചിരിച്ചാലേ നിങ്ങളെ കാലിനോട്ടിലുണ്ടാവും, മനസ്സിലായില്ലേ? നിങ്ങളെ കാലിനോട്ടിലുണ്ടാവും. അപ്പോ ശരിക്ക് ആ മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ എന്ന അനുഗ്രഹമല്ലേ, തോന്നൽ, അത് ശരിക്കും അൽഹംദുലില്ലാ. നമ്മൾ ഇനി നിസ്കാരത്തിന്റെ ശേഷം 33 വട്ടം പറയുമ്പോൾ പറയേണ്ട ഒന്നാണ് ശരിക്കും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാന്റെ ഒരു അർത്ഥമാണത്. അപ്പൊ ഞാൻ പറഞ്ഞാല് കുറെ ഉദാഹരണങ്ങൾ ഇതിൽ പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മക്ക് പഠിച്ചോൻ പരീക്ഷണം തരുന്നുണ്ടോ, തരുന്നത് നമ്മളെ പാപമില്ലാതെ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ്. മാത്രല്ല മറ്റൊരു കാര്യം ഹദീസിൽ കാണാം, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹു. ഒരാളെ അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ, ഒരു സമൂഹത്തെ അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ അവരെ പരീക്ഷിക്കും. നിങ്ങൾ ആലോചിക്കണേ, അഫ്ഗാനിസ്ഥാനിലെ വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കണില്ലേ? നിങ്ങൾ കണ്ണില്ലാത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആശ്വസിക്കേണ്ട ഒരു ദിവസമാണ്. അവിടെ നിന്നുള്ള ചില ചിത്രങ്ങളൊക്കെ കണ്ടാണ്ടല്ലോ 2 ദിവസം ഉറങ്ങില്ല. എൻ്റെ സ്കൂളിലൊരു ടീച്ചർ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ വളരെ പ്രയാസത്തിലാണ് അവർ. ഞാൻ അടുത്ത് ചെന്ന ടീച്ചർ എന്താ പ്രശ്നങ്ങൾ പറയും, എന്താന്ന് വെച്ചപ്പോൾ അവർക്കൊരു മോനുള്ളൂ ഇവർക്ക്. അവനിപ്പം MBBS മീൻസ് ഇതിൻ്റെ ട്രെയിനിങ് നീറ്റ് എക്സാമിൻ്റെ പരിശീലനത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ആ ടീച്ചർ കണ്ണ് നിറച്ചതിനോട് പറഞ്ഞാൽ എന്താ അറിയും, കുറച്ച് കുട്ടികൾ ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറയും, ഞാൻ നോക്കിക്കോളാം. കൊല്ലാണ് കുട്ടികളെ, കൊല്ലാണ്. അപ്പൊ അവരെ അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരെ അള്ളാഹു അങ്ങനെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ധൈര്യമാണല്ലോ. എന്താ ഒരു ധൈര്യം? ഹയാ എന്ന് പറയുന്ന ചെറിയൊരു മോള്, 5 വയസ്സായ കുട്ടി കേട്ടോ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഹയാ എന്ന് പറയുന്ന ചെറിയ മോള് പുറത്ത് ഫുള്ള് ബോംബർ വിമാനങ്ങൾ ഇങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അയലോകത്തെ വീടുകളും ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് തകരുന്നു, അവിടുന്ന് കരച്ചിൽ കേൾക്കുന്നു. അപ്പൊ അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എഴുതുകയാണ്. ആർക്കാണ് എഴുതുന്നത്? അവൾ മരിച്ചാലുള്ള വസിയത്താണ് എഴുതുന്നത്. എൻ്റെ കളിപ്പാട്ടങ്ങൾ കൊടുക്കേണ്ടത് ഇന്ന ആൾക്കാർക്കൊക്കെയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൃദയത്തിന്റെ ചിഹ്നം ഇങ്ങനെ വരച്ച ചെറുത്. പിന്നെ എൻ്റെ ഉടുപ്പുകൾ ഇന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ ഉമ്മച്ചിൻ്റെ അടുത്തൊന്നും കുഞ്ഞാമ്മാൻ്റെ അടുത്തൊന്നും ഞാൻ കുറച്ച് പൈസ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കടം പറഞ്ഞാണ് അവരെനിക്ക് തന്നത്. അതുകൊണ്ട് അത് അവർക്ക് നിങ്ങൾ കൊടുക്കണം, ഞാൻ മരിച്ചാലും മറയണിന്റെ മുമ്പ്. പിന്നെ എൻ്റെ 2 ചെരുപ്പുണ്ട്, അതാർക്കും കൊടുക്കരുത്, അത് കഴുകിയെടുത്തണം. ഈ നാട്ടിൽ ഇനിയും ജിഹാദിന് ഒരുങ്ങി നിൽക്കുന്ന, പോരാടാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എടുത്തണിഞ്ഞ് നടക്കാനുള്ളതാണ് ചെരുപ്പ്, അതാർക്കും കൊടുക്കരുത് എന്നാണ്. അവിടുത്തെ കുട്ടികളുടെ ധൈര്യം എന്താണ്? ഞാൻ ഒരു 2-ാം ക്ലാസ്സിൽ പഠിക്കണ അവസ്ഥയുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രായമുള്ള ഒരു കുട്ടിൻ്റെ ഒരു ഇത് കണ്ടു. എനിക്ക് കൂടി അങ്ങനെ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയില്ല. ആ കുട്ടി ഹദീസ് എന്താ അറിയുക? ആ ഹദീസ് നിങ്ങൾക്കുള്ള ഹദീസ, എനിക്കുള്ള ഹദീസ. അജബൽ അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. കാരണം അവന്റെ കാര്യം അത്ഭുതമാകാൻ കാരണം എന്താ? ഇൻ അസ്വാബത്തുഹു ളർറാ സബറ ഫകാന ഖൈറൻ ലഹു. അവന് ദുരിതം വന്നാൽ അവൻ ക്ഷമിക്കും, അപ്പോൾ അത് അല്ലാഹു ഖൈറാക്കി കൊടുക്കും. വൈൻ അസ്വാബത്തുഹു, അവന് സന്തോഷം വന്നാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അപ്പോൾ അതും അവന് ഖൈറാക്കി കൊടുക്കും. ഒരു ചെറിയ കുട്ടിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. വെട്ടിയിട്ട ഖബറ് അതിലിങ്ങനെ കളിക്കുക. അതെന്താ? ഇത് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ മറയുള്ള ഖബറാ. ഒരു പേടി ഒരിക്കില്ല. ഒരു കുട്ടിയെ ഇങ്ങനെ മയ്യത്ത് കെട്ടിലെ മേലെ കടത്തിയമാരി കടത്തിയിട്ട് കൊണ്ടുപോകണം, ഷഹീദ് കളിക്കണല്ലോ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ദുരന്തങ്ങളെ അവർ അതിജീവിക്കുന്നത് ഇങ്ങനത്തെ കുറെ ഹദീസ് കൊണ്ടാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. ഉമ്മാര് രാത്രിയിൽ കുട്ടികളുടെ ശരീരത്തിലൊക്കെ പേരെഴുതിക്കും. എന്തിന്? മരിച്ചിട്ട് ബോംബ് തട്ടി ചിതറിയ ശരീരത്തിന്റെ കഷ്ണങ്ങൾ കിട്ടിയാല് ആ കഷ്ണം കൊണ്ടുവന്ന് ഖബറിൽ വെച്ച് തസ്ബീത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം സ്വബറാക്കുന്ന ആളുകൾക്ക് പടച്ചോൻ പറഞ്ഞ സംഗതി അത്.
പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പടച്ചോന് പരീക്ഷിക്കണത്തിനറിയാം. പടച്ചോൻ പടച്ചപ്പോൾ നമ്മളെ കൊണ്ട് നമ്മൾ വലിയ സ്ഥാനത്ത് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തൊക്കെ ഇരുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അമലുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? അള്ളാഹ് പരീക്ഷണം തരും. ഇത് ഞാൻ പറയണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ, ഇന്ന റജുല ലയകൂനു ലഹു ഇൻദല്ലാഹിൽ മൻസില. ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുത്തൊരു സ്ഥാനം ഉണ്ടാവും. ഫമാ യബ്ലഗുഹാ ബിഅമലിൻ, അമൽ ചെയ്തിട്ട് അവൻ അവിടേക്ക് എത്തൂല. അപ്പം എന്ത് ചെയ്യും? ഫമാ യസാലു യബ്തലീഹി ബിമാ യക്റഹു ഹത്താ യുബല്ലിഗുഹു ഇയ്യാഹാ. അപ്പൊ അള്ളാഹു അവനിങ്ങനെ പരീക്ഷണം കൊടുത്തോണ്ടിരിക്കും. ഒന്നിന്റെ പുറമെ ഒന്ന് കൊടുത്തോണ്ടിരിക്കും. ഒന്നിന്റെ പുറമെ ഒരു കുട്ടി അങ്ങനെ ജനിച്ചു, ഇനിയൊരു കുട്ടി നല്ലൽക്ക് കിട്ടട്ടെ വിചാരിച്ചു, അതും അങ്ങനെ ജനിച്ചു അല്ലേ. പിന്നെ അതിന് വലിയ അസുഖം വന്നു, അതിന് 10 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ 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 വല്ലാത്ത അവസ്ഥയിൽ കൂടെ പോവുകയാണ്. അപ്പൊ എന്താ? പടച്ചോൻ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ അവനെ അങ്ങോട്ട് പരീക്ഷിക്കുന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ശുറൈഹ് റഹിമഹുല്ലാ വലിയൊരു താബിഈ വര്യനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നി ലഉസാബു ബിമുസീബത്തി, എനിക്കൊരു ദുരിതം ബാധിക്കും, എന്തെങ്കിലും ഒരു ദുരന്തം എനിക്ക് വരും. ഫഅഹ്മദുല്ലാഹി അലൈഹി 4 മററാത്ത്, അപ്പൊ ഞാൻ 4 വട്ടം അൽഹംദുലില്ലാഹ് പറയും. നമ്മൾ സന്തോഷം വന്നാൽ അൽഹംദുലില്ലാഹ് പറയും അല്ലേ? നമ്മൾ സന്തോഷം വന്നാൽ അൽഹംദുലില്ലാഹ് പറയും. മൂപ്പര് പറയാം, എനിക്കെങ്കിലും എന്തെങ്കിലും ഒരു ദുരിതമോ പ്രയാസമൊക്കെ വന്നാൽ 4 വട്ടം ഞാൻ അൽഹംദുലില്ലാഹ് പറയും. ഞമ്മക്കിനൊരു അത്ഭുതമുണ്ട്, എന്താ ഇത്? അപ്പൊ അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. എന്താ കാരണം? അഹ്മദു ഇദാ ലം യകുൻ അഅ്ളമ മിൻഹാ. ഇതിലേറെ വലുതൊന്നും വന്നിട്ടില്ലല്ലോ, ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ്സിലെ കുട്ടീനെ പോലെയാണ് നമ്മള്. എവിടേക്കും നീങ്ങാൻ കഴിയൂല, ഒറ്റക്ക് അനങ്ങാൻ കഴിയൂല. ഒരു ഈച്ച വന്ന് ശരീരത്തിൽ ഇരുന്നാല്, മൂക്കുമിരുന്നാല് അത് തട്ടാൻ കഴിയൂല. അങ്ങനത്തെ പരീക്ഷണം നമുക്കുണ്ടോ? ഇല്ല. എന്നാ എല്ലാവരും അവനവന് കിട്ടിയ പരീക്ഷണത്തിൽ ഒരു അൽഹംദുലില്ലാഹ് പറയും. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത് അദ്ദേഹം പറയാം, വഅഹ്മദു ഇദാ റസഖനി അസ്സബ്റ അലൈഹാ, എനിക്ക് ക്ഷമിക്കാൻ പറ്റിയ ഞാൻ അൽഹംദുലില്ലാഹ് പറയും. നിങ്ങൾക്കൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ ഇല്ലേ? ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മള് ഇത്രയും ധീരമായി എണീറ്റ് നടക്കണേ. അല്ലെ വീട്ടിലൊരു മൂലക്ക് കഴിയില്ല, അങ്ങനെ കഴിയണവരില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. ഞങ്ങളൊന്നും ഒന്നിനും പറ്റൂല, ഞാനൊന്നിനും പറ്റാത്ത ആളാണെന്ന് വിചാരിച്ച് മൂലക്കിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നൊക്കെ ഒരുപാട് മാറി. ഒരുപാട് ആളുകളുടെ പ്രവർത്തനവും ഇടപെടലൊക്കെ കൊണ്ട് ഒരുപാട് മാറി. ഇൻഷാ അല്ലാഹ് എൻവിഷൻ എന്ന പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 100% ദീനിയായി ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുത്തും അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തും ഒക്കെ മുന്നോട്ട് പോകാനാണ്. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. ഹമീദ്ക്കല്ലേ അത്? അതാരാ? അതാ ചോദിച്ചാളാരാ? സംശയം ചോദിക്കാം, ഇരുന്നോളൂ കേട്ടോ. ഞാൻ അവസാനിപ്പിച്ചതിന് ശേഷം ചോദിക്കാം. ഇനി വഅഹ്മദു ഇദാ വാഫഖനി ലിൽ ഇസ്തിർജാലി മാ അർജു മിനസ് സവാബ്. വഅഹ്മദു, ഞാൻ സ്തുതിക്കും, അല്ലാഹുവിനെ സ്തുതിക്കും. എനിക്ക് ഇസ്തിർജാ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ. എന്താ ഇസ്തിർജാ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? ഇസ്തിർജാ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റടിക്ക് അറിയില്ലേ? നിങ്ങൾക്കൊക്കെ അറിയണതാണെന്ന് ഇപ്പൊ അല്ല, അത് ഇസ്തിഗ്ഫാറാണ്. ഞാൻ പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതാണ് ഇസ്തിർജാ എന്നറിയാം. ഇസ്തിർജാ കേട്ടോ. അപ്പോ എന്തെങ്കിലും ഒരു ദുരന്തം വന്നാൽ ഞാൻ ഇസ്തിർജാ ചൊല്ലും. അപ്പോഴും ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഉമ്മ മരിച്ചു, കുട്ടി വീട് കൈയൊടിഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ ജ്യേഷ്ഠന്റെ കൈ ആക്സിഡന്റ് പെട്ട കൈ മുറിക്കണം എന്നാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാതെ ബോധം കെടൂല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും എന്നാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും എന്ന് അദ്ദേഹം പറയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇത്തരം രംഗങ്ങളിൽ കാണാൻ പറ്റും. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും. വമാ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ദുരിതം ഉണ്ടായിട്ടില്ല. വലാ ഫി അൻഫുസികും, നിങ്ങൾക്കും ഉണ്ടായിട്ടില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ഒരു ഗ്രന്ഥത്തിൽ അതെല്ലാം നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് ഇതൊക്കെ
ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. അപ്പൊ അതുകൊണ്ട് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആളുകളതൊക്കെ നേരത്തെ എഴുതി വെച്ച് കണ്ട് അതിനനുസരിച്ച് ആക്കാന്നല്ല. എന്തൊക്കെയാണ് ആ വ്യക്തി ചെയ്യാന്ന് പടച്ചോന് നേരത്തെ ധാരണ ഉണ്ട്. അതവിടെ രേഖപ്പെടുത്തപ്പെടുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കണം. നമുക്ക് ക്ലാസ് എടുക്കാനുള്ള അടുത്ത എത്തിയിട്ടുണ്ട്. ഒറ്റ വാചകം കൂടി. ഞാനിങ്ങനെ ഒരു തീക്കട്ട പിടിക്കലാണ്. ഒരു തീക്കട്ട ഇങ്ങനെ കയ്യിൽ പിടിക്കലാണ്. എങ്ങനെ? ആ തീക്കട്ട കയ്യിൽ പിടിച്ചിട്ട് അതിലെ ചൂടൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ തണുത്ത് തണുത്ത് പറ്റ ഒരു ഐസാകും. അത്ര നേരം ഒരു തീക്കട്ട കൈ പിടിക്കലാണ് എനിക്ക് നല്ലത്. എന്തിനേക്കാളും ലൈതഹുലമക്കും എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കണില്ലാറെ. എനിക്കിങ്ങനെയൊന്നും ഉണ്ടാകേണ്ടിയിരുന്നില്ല, എന്റെ കണ്ണൊന്നും പോകേണ്ടിയിരുന്നില്ല, എന്നെ പഠിച്ചോ അങ്ങനെ ചെയ്തല്ലോ എന്നൊരു വ്യക്തി ചിന്തിക്കുന്നതിലേറെ നല്ലതെന്താ? ഒരു തീക്കട്ട കയ്യിൽ കടന്നിട്ടാണ് തണുക്കണ അത്ര നേരം പിടിക്കലാണ്. അപ്പോ അള്ളാഹു നമുക്ക് തന്ന വിധിയെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പഠിച്ചോ നമ്മൾ ശുക്ർ ചെയ്യാം. നമ്മളെ പരിമിതിയിൽ നിന്നുകൊണ്ട് ശുക്ർ ചെയ്യാൻ എന്താ? നിസ്കാരം വളരെ കൃത്യം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പള്ളിയിൽ വരുന്നതിന് അഫ്വ ചോദിച്ച ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? എന്താ പറഞ്ഞേ? ആദ്യ റസൂലുള്ള പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോളി പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ വഹി വന്നു. അപ്പൊ പറഞ്ഞു പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം. അദ്ദേഹം പരാതി പറഞ്ഞോ? അദ്ദേഹം ഏറ്റവും ആദ്യം പള്ളിയിൽ വന്ന് ആൾക്കാരെ മുഴുവൻ വിളിച്ചുണർത്തുന്ന ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു, അല്ലേ? അത്താഴത്തിന്റെ ബാങ്ക് കൊടുക്കണ ആളായിരുന്നു. അപ്പോ നമ്മള് ശരിക്കും അങ്ങോട്ട് തീരുമാനം എടുത്താണ് മുന്നോട്ട് പോയ ബാക്കിയൊക്കെ പഠിച്ചോനെ നമുക്കങ്ങോട്ട് ആക്കി തീർക്കും. ഒരു വിഷമം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വരുന്ന ഒരാളുണ്ട് ഇവിടെ. മൂപ്പരല്ല കേട്ടോ. മൂപ്പര് ജനിച്ച് 2-ാമത്തെ ദിവസം മൂപ്പരമ്മ മരിച്ചു. കേൾക്കുന്നുണ്ടെങ്കില് മൂപ്പര് ജനിച്ച് 2-ാമത്തെ ദിവസം മൂപ്പരമ്മ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ 2-3 കുട്ടികളാണ്. മൂത്ത കുട്ടിക്ക് ആകെ 11 വയസ്സുള്ളൂ. 11 വയസ്സിൻ്റെ താഴെ 3 കുട്ടികളുണ്ട് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടികളായിരിക്കും. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കരയുന്നു. ഉമ്മാൻ്റെ മയ്യത്തും കട്ടിലിൻ്റെ അടുക്കല് ഈ കുട്ടികൾ ഇങ്ങനെ കരയുന്നു. വീടാകെ വല്ലാത്തൊരവസ്ഥയുണ്ട്. അതിലേറെ ചെറുതെന്താ, ഈ 2 വയസ്സായ ജനിച്ച കുട്ടി ഉണ്ടല്ലോ, 2 ദിവസം മാത്രം മുമ്പ് ജനിച്ച കുട്ടി, ആ കുട്ടിയാണെങ്കിൽ അത് പാലിന് വേണ്ടി ഇങ്ങനെ കരയാണ്. അപ്പൊ ആ മുറ്റത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? എല്ലാവരുടെയും കണ്ണ് നനഞ്ഞു. അപ്പൊ അവിടെയുള്ള വളരെ പ്രായം ചെന്നൊരു സ്ത്രീ ഈ കുട്ടീനെ എടുത്തിട്ടുള്ളത് ഇവന്റെ വല്യമ്മയാണ്. എന്നാൽ ഈ മരിച്ച സ്ത്രീന്റെ ഉമ്മ. അപ്പൊ അവരുടെ ഇളയ കുട്ടിയുടെ വയസ്സ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ പാല് കൊടുത്തത്. അപ്പൊ ഈ വയസ്സായ സ്ത്രീ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞേ, ഇജാണ് കൊണ്ടുപോയി കൊടുക്കും പാല്. ഞാൻ പാല് കൊടുക്കുക ആണ് കൊടുക്ക്, പടച്ചോനാണ് തരുന്നതാണ്. അപ്പൊ ഈ സ്ത്രീ, പറ്റ വയസ്സായ ഈ സ്ത്രീ അവരുടെ അമ്മിഞ്ഞ കൊടുക്കുന്ന ഭാഗം എടുത്തിട്ട് ഈ കുട്ടിന്റെ വയലേക്ക് വെച്ചെടുത്തു. കുട്ടി അങ്ങനെ ഈമ്പിയോട് കുടിച്ചു. എന്താ സംഭവം? പടച്ചോനോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും 2-3 രീതിയിലാണ് ഉത്തരം തരാം. ചിലപ്പോൾ ചോദിച്ചിന് അപ്പം തന്നെ തരും, അങ്ങനെ കിട്ടിയണത്. ചിലപ്പോൾ അപ്പം കിട്ടൂല. ആ ചോദ്യങ്ങളൊക്കെ പടച്ചോനെ എനിക്ക് ചെറിയൊരു ലൈറ്റ് കണ്ണിൽ കൊണ്ടാന്ന് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് വേറെ പല കാര്യവും നമുക്ക് തരും. നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാനും, ഈ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടിക്ക് ഈ പ്രശ്നം വരാതിരിക്കാനും അങ്ങനെ ആയിരിക്കും. ചോദിച്ചത് തരില്ല, വേറൊന്നും തരും. 3-മത്തെ ചോദിച്ചതും തന്നില്ല, വേറൊന്നും തന്നില്ല. അപ്പൊ നമ്മൾ നിരാശപ്പെടുകയാണ്. ഇല്ല, പരലോകത്ത് നാളെ മീസാനിൽ ഇങ്ങനെ കനം തൂങ്ങുന്ന അമലായിട്ടുണ്ടാവുന്നതാണ്. അവിടെ നിങ്ങളൊക്കെ നല്ല ധൈര്യമായിട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അഡ്മിഷന്റെ പരിപാടികൾ ഇനിയും വരും. നമ്മളെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ പരിഗണിച്ചും അഡ്രസ്സ് ചെയ്തും നമുക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് പടച്ചോന്റെ അടുത്ത് കിട്ടുന്നതിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുക കേട്ടോ. പടച്ചോന്റെ അടുത്ത് കിട്ടുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുക. അപ്പൊ എന്ത് ചെയ്യും? പടപ്പുകളുടെ മനസ്സ് നമുക്ക് ഇൻഷാ അല്ലാഹ് അനുകൂലമായി മാറും. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പാപങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി ഇത് ഈ ഒരൊറ്റ കാരണത്താൽ നാളെ സ്വർഗം കിട്ടുന്നവരെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.